നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് +1 റിസൾട്ട് അല്ലെങ്കിൽ പിന്നെ VHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്. ഓക്കെ, അപ്പം +2ൻ്റെയും അതുപോലെ തന്നെ പിന്നെ VHSC റിസൾട്ടും ചെക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ഈ പിന്നെ VHSCയുടെ ഫസ്റ്റ് ഇയറും അതുപോലെ തന്നെ +1. ഓക്കെ, അപ്പം +1ൻ്റെ VHSC ഫസ്റ്റ് ഇയറിൻ്റെയാണ് ഞാനിവിടെ റിസൾട്ടിൻ്റെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈലോ കമ്പ്യൂട്ടറോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിൽ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ മൊബൈലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ഇതുപോലെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം മാത്രം നിങ്ങൾ റിസൾട്ട് 2025 ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. 2024 വെച്ചിട്ട് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ നിങ്ങളത് കണ്ടു വെച്ചാൽ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ kerala-results.nic.in എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇതുപോലെ ഇത്തരത്തിൽ kerala-results.nic.in എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് കയറാനുള്ള ഒരു ലിങ്ക് ഇവിടെ വരുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തിൽ ഒരുപാട് എക്സാമിൻ്റെ ഉണ്ട്. +2, +1, അതുപോലെ എക്സാം. നമുക്ക് വേണ്ടിയത് താഴെ കിടപ്പുണ്ട്. ഞാനിവിടെ ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത് VHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെ +1 റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതാണ് DHSC, അതായത് ഡിസ്ട്രിക്ട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫസ്റ്റ് ഇയർ റിസൾട്ട്, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫസ്റ്റ് ഇയർ റിസൾട്ട്. ഇപ്പം ഹയർ സെക്കൻഡറി +1 റിസൾട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അതാണ് നിങ്ങൾ നോക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞൊരു പുതിയ ടാബ് വരും റിസൾട്ട് പബ്ലിഷ് ചെയ്ത ശേഷം. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് 2024 എന്നുള്ളത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഇത്തരത്തിൽ കണ്ടില്ലേ, ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഫസ്റ്റ് ഇയർ റിസൾട്ട് കണ്ടോ, +1 ഫസ്റ്റ് ഇയർ റിസൾട്ടിൻ്റെ ആണ്. ഇവിടെ നിങ്ങൾ ഇനിയിപ്പോൾ ഈസിയാണ്. റോൾ നമ്പർ അടിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക, സബ്മിറ്റ് അടിക്കുക, റിസൾട്ട് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുമ്പോൾ DDMMYY ഫോർമാറ്റ് അടിക്കുക. ഇപ്പം 1-ാം തീയതി ആണെങ്കിൽ 01 അടിക്കുക. അതുപോലെ മന്ത് ഇപ്പം ഫെബ്രുവരിയോ മാർച്ചോ ആണെങ്കിൽ 02, 03 0 ചേർത്തടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വർഷം അടിക്കുക, സബ്മിറ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് +1ൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് +1ൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഫസ്റ്റ് ഇയർ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഇതിന് തൊട്ട് താഴെയായിട്ട് കിടപ്പുണ്ട് VHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്. അതൊന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ 2024 കാണിക്കുന്നത്. റിസൾട്ട് അനൗൺസ് ചെയ്ത ശേഷം 2025 എന്ന് പറഞ്ഞ പുതിയ എല്ലാം ഈ ഒരു കിടക്കുന്ന എല്ലാം 2024 ഇവിടെ 2025 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ VHSC VHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് 2025 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വരും. ഞാനിവിടെ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്താൽ നേരത്തെ കണ്ടതിൻ്റെ കൂട്ട് തന്നെ ഇവിടെ വരും ഗവൺമെൻറ് ഓഫ് കേരള ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ എക്സാമിനേഷൻ റിസൾട്ട്. ഓക്കെ, മാർച്ച് 2024. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് റോൾ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ റോൾ നമ്പർ അടിക്കുക, സബ്മിറ്റ് അടിക്കുക. ഇനി 2025 റിസൾട്ട് വരുമ്പോൾ ഇതിനകത്തിൽ ഇനിയും ഡേറ്റ് ഓഫ് ബർത്തും കൂടെ ആഡ് ചെയ്യുമോ എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇപ്പം നിലവിൽ എന്തായാലും 2024 റിസൾട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവിടെ റോൾ നമ്പർ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ റോൾ നമ്പർ മാത്രമേ ഉള്ളെങ്കിൽ റോൾ നമ്പർ മാത്രം അടിക്കുക, സബ്മിറ്റ് അടിക്കുക. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് DDMMYY ഫോർമാറ്റിൽ അടിക്കുക. ഡേറ്റ്, മന്ത്, ഇയർ. 01 ഇപ്പം ജനുവരി ആണെങ്കിൽ 02 എന്ന് അടിക്കുക. ഫെബ്രുവരി ആണെങ്കിൽ 02. മാസം അടിക്കുമ്പോൾ ദിവസം അടിക്കുമ്പം നിങ്ങൾ 5-ാം തീയതി ആണെങ്കിൽ 05 എന്ന് പറഞ്ഞ് അടിക്കുക. ഓക്കെ, അത്തരത്തിൽ നിങ്ങൾ അടിക്കുക, സബ്മിറ്റ് അടിക്കുക. നിലവിൽ ഇതിനകത്തിൽ മിക്കവാറും റോൾ നമ്പർ മാത്രം അടിച്ചാൽ മതിയാവും. കാരണം VHSCയുടെ ഫസ്റ്റ് ഇയർ റിസൾട്ടിന് റോൾ നമ്പറിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി എന്തെങ്കിലും ഇതിനകത്തിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്താൽ ഡേറ്റ് ഓഫ് ബർത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഫോർമാറ്റിൽ അടിക്കുക. ഓക്കെ, ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് +1ൻ്റെയും അതോടൊപ്പം ഇനിയിപ്പം VHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് ആണെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് ഈ രണ്ടിൻ്റെ റിസൾട്ട് ഇത്തരത്തിൽ നോക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.